പത്മരാജൻ മലയാള സിനിമയിൽ മനുഷ്യ മനസ്സ് ഏറ്റവും ആഴത്തിൽ വായിച്ച കലാകാരൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കഥകൾ മാത്രമായിരുന്നില്ല, അത് മനുഷ്യജീവിതത്തിൻ്റെ ഉൾക്കാമ്പിൽ നിന്നെടുത്ത യാഥാർത്ഥ്യങ്ങളായിരുന്നു. പ്രണയം, വേദന, ആഗ്രഹം, ഒറ്റപ്പെടൽ, കുറ്റബോധം, നഷ്ടം, മൗനം ഇവയെല്ലാം ഒരേപോലെ സ്വാഭാവികമായി അവതരിപ്പിച്ച സംവിധായകനാണ് പത്മരാജൻ. മലയാള സിനിമയെ കൂടുതൽ മനുഷ്യസഹജമാക്കിയവരിൽ ഒരാളായി പത്മരാജൻ എന്നും ഓർക്കപ്പെടുന്നു. പത്മരാജന്റെ യാത്ര സിനിമയിൽ നിന്നല്ല, എഴുത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു എഴുത്തുകാരനായി അദ്ദേഹം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകൾ വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയിരുന്നു. നോവലുകളും ചെറുകഥകളും എഴുതുമ്പോൾ തന്നെ മനുഷ്യന്റെ ഉള്ളിലെ പോരാട്ടങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. സ്നേഹവും വെറുപ്പും ഒരേ മനുഷ്യനിൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കേന്ദ്രബിന്ദു. ഈ എഴുത്തിലെ ആഴമാണ് പിന്നീട് പത്മരാജനെ സിനിമയിൽ വേറിട്ടു നിർത്തിയത്. സിനിമയിലേക്കെത്തിയപ്പോൾ പത്മരാജൻ പരമ്പരാഗതമായ ചട്ടക്കൂടുകൾ തകർത്തു. അദ്ദേഹം ഹീറോ, വില്ലൻ എന്ന ലളിതമായ വിഭജനം അംഗീകരിച്ചില്ല. മനുഷ്യനെ അദ്ദേഹം ഒരേ സമയം നല്ലവനും മോശവനുമായ ഒരാളായി ചിത്രീകരിച്ചു. അത് തന്നെയാണ് പത്മരാജൻ സിനിമകളെ യാഥാർത്ഥ്യത്തിനോട് അടുത്തതാക്കിയത്. പത്മരാജൻ സിനിമകളിലെ കഥാപാത്രങ്ങൾ അസാധാരണരല്ല. അവർ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. അവർക്ക് പ്രണയം തോന്നുന്നു, പക്ഷേ അത് എല്ലായ്പ്പോഴും പൂർത്തിയാകണമെന്നില്ല. അവർ തെറ്റുകൾ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഫലമായി ജീവിതം തകർന്നു പോകുന്നു. ഈ മനുഷ്യ സ്വഭാവങ്ങളെയാണ് പത്മരാജൻ അതീവ സുന്ദരമായി അവതരിപ്പിച്ചത്. പത്മരാജൻ സിനിമകളിലെ പ്രണയം വളരെ വ്യത്യസ്തമാണ്. അത് അമിതമായ സംഭാഷണങ്ങളിലൂടെയോ നാടകീയ രംഗങ്ങളിലൂടെയോ അല്ല മുന്നോട്ടു പോകുന്നത്. അത് മൗനങ്ങളിലൂടെയും നോട്ടങ്ങളിലൂടെയും ഉള്ളിലൊളിപ്പിച്ച വികാരങ്ങളിലൂടെയുമാണ് വളരുന്നത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിൽ പ്രണയം ഒരു നിശബ്ദ സ്വപ്നമായി മാറുന്നു. അത് ഒരിക്കലും പൂർണ്ണമാകാത്തതിൻ്റെ വേദന തന്നെയാണ് ആ സിനിമയെ അത്രമേൽ ഹൃദയസ്പർശിയാക്കുന്നത്. തൂവാനത്തുമ്പികൾ പത്മരാജന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ചർച്ചയായ ചിത്രങ്ങളിലൊന്നാണ്. ഈ സിനിമ പ്രണയത്തെ അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ ദൗർബല്യങ്ങളും കൂടി അവതരിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളും കുറ്റബോധവും ഒറ്റപ്പെടലും ഒരുമിച്ച് എങ്ങനെ അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്നതാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ശരിയോ തെറ്റോ എന്ന വിധിക്കപ്പുറം മനുഷ്യരായി നിലകൊള്ളുന്നു. പത്മരാജൻ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ശക്തമായ സാന്നിധ്യമാണ്. അവർ വെറും കഥ മുന്നോട്ട് നയിക്കുന്ന ഉപാധികളല്ല. അവർക്ക് വ്യക്തിത്വമുണ്ട്, തീരുമാനങ്ങളുണ്ട്, സ്വതന്ത്രമായ ചിന്തയുണ്ട്. അത് ആ കാലഘട്ടത്തിലെ മലയാള സിനിമയിൽ വളരെ അപൂർവമായിരുന്നു. ദേശാടനക്കിളികൾ കരയാറില്ല പോലുള്ള സിനിമകൾ സമൂഹവും വ്യക്തിയും തമ്മിലുള്ള സംഘർഷം തുറന്നു കാണിച്ചു. സ്വാതന്ത്ര്യം തേടുന്ന മനുഷ്യൻ നേരിടുന്ന പരാജയങ്ങളാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. ഇതൊരു പ്രണയകഥയല്ല, മറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കഠിന യാഥാർത്ഥ്യമാണ്. മൂന്നാം പക്കം പത്മരാജൻ സിനിമകളിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൊന്നാണ്. അപ്രതീക്ഷിതമായ നഷ്ടം മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു എന്നതാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ ദുഃഖം അലറിക്കരയുന്നില്ല, മറിച്ച് നിശബ്ദമായി നമ്മളെ തകർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പത്മരാജന്റെ ശൈലി. പത്മരാജൻ സിനിമകളിൽ പശ്ചാത്തല സംഗീതത്തിനും മൗനത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. എല്ലാം വാക്കുകളിലൂടെ പറയണമെന്നില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ചില വികാരങ്ങൾ മൗനം കൊണ്ടാണ് കൂടുതൽ ശക്തമാകുന്നത് എന്ന് പത്മരാജൻ സിനിമകൾ നമ്മെ പഠിപ്പിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ പത്മരാജൻ നമ്മെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ മരണം മലയാള സിനിമയ്ക്ക് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മരിച്ചില്ല. അവ ഇന്നും പുതിയ തലമുറ കാണുന്നു, ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു. ഇന്നത്തെ പല സംവിധായകരും പത്മരാജനെ ഒരു സിനിമാ സ്കൂളായി കാണുന്നു. മനുഷ്യനെ എങ്ങനെ എഴുതണം, എങ്ങനെ ഫ്രെയിം ചെയ്യണം, എങ്ങനെ മൗനം ഉപയോഗിക്കണം എന്നെല്ലാം പത്മരാജൻ സിനിമകളിൽ നിന്ന് അവർ പഠിക്കുന്നു. കാലം മാറിയാലും മനുഷ്യൻ്റെ വികാരങ്ങൾ മാറുന്നില്ല. അതുകൊണ്ടുതന്നെ പത്മരാജൻ സിനിമകൾക്ക് പഴക്കം തോന്നുന്നില്ല. പത്മരാജൻ വെറും ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു ചിന്തകനായിരുന്നു, മനുഷ്യനെ സ്നേഹിച്ച ഒരു കലാകാരനായിരുന്നു. മലയാള സിനിമയുടെ ആത്മാവിൽ എന്നും ജീവിക്കുന്ന ഒരു പേരാണ് പത്മരാജൻ. ചില സംവിധായകർ സിനിമകൾ ചെയ്യുന്നു, ചിലർ കഥകൾ പറയുന്നു, പക്ഷേ അപൂർവമായി ചിലർ മനുഷ്യന്റെ മനസ്സിൽ സ്വന്തം ഇടം കണ്ടെത്തുന്നു. പത്മരാജൻ അങ്ങനെ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നും മലയാള സിനിമയുടെ ഒരു ലെജൻഡ് തന്നെയാണ്.